ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ പാഷൻ പ്രോ വണ്ടി നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നിലവിൽ ഉണ്ടായിരുന്ന കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ സിലിണ്ടർ പിസ്റ്റൺ കംപ്ലയിൻ്റ് ആയിട്ട് പുകയുടെ കംപ്ലയിൻ്റ് ഉണ്ട്, ഓയിൽ കത്തിപ്പോണ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ സിലിണ്ടർ പിസ്റ്റൺ ഹെഡിൻ്റെ ഭാഗം അതൊക്കെ ക്ലിയർ ചെയ്ത് നമ്മൾ ചെയ്തേക്കണ വർക്കാണ്. അതേപോലെ തന്നെ എഞ്ചിൻ്റെ ഉള്ളിലൊരു ചെറിയ ചെയിൻ മണ്ണുണ്ട്, ആ ചെയിൻ അടക്കം മാറ്റി അതിൻ്റെ ഓയിൽസീലുകളൊക്കെ മാറ്റി ക്ലിയർ ചെയ്തിട്ടുണ്ട്. എഞ്ചിൻ ഓയിലടക്കം നമ്മൾ മാറ്റിയിട്ടുണ്ട്. പിന്നെ അത് കൂടാണ്ട് നമുക്ക് ഫ്രണ്ട് സൈഡിൽ കുറച്ച് മെയിൻ്റനൻസ് വന്നിരുന്നു. ഫ്രണ്ട് ഫോർക്കിൻ്റെ ഭാഗം, കോൺസെപ്റ്റ്, അതേപോലെ തന്നെ ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ്, ബ്രേക്ക് ലൈനറൊക്കെ നമ്മളിപ്പോൾ അഡീഷണൽ സെറ്റ് ചെയ്യാൻ നേരത്ത് നോക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് കാണാൻ ലൈനർ പീസൊക്കെ ഇതിൽ ഈ ഫംഗസ് പോലെ പിടിച്ചിട്ട് പൂപ്പൽ പോലെ പിടിച്ചിട്ട് പൊളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ മാറ്റി റീസെറ്റ് ആക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്കിലത്തെ ബ്രേക്ക് ലൈറ്റ് അടക്കമൊക്കെ മാറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ചെയ്തേക്കണ വർക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാം. ഒന്ന് കോൺസെപ്റ്റ് മാറ്റിയിട്ടുണ്ട്, ഫ്രണ്ട് ഫോർക്കിൻ്റെ 2 പൈപ്പും ഓയിൽ സീലടക്കം മാറ്റി നമ്മൾ റീസെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് അതിൻ്റെ സ്പീഡോമീറ്ററിൻ്റെ കേബിളൊന്നും വർക്കിംഗ് അല്ലായിരുന്നു, അത് നമ്മൾ വർക്കിങ്ങിലേക്ക് ആക്കിയിട്ടുണ്ട്. മീറ്റർ ക്രൗൺ സെറ്റ് മാറ്റി വർക്കിംഗ് ആക്കിയിട്ടുണ്ട്. വീൽ ബെയറിങ്, ഫ്രണ്ടിലത്തെ വീൽ ബെയറിങ് അതിൻ്റെ കോളർ ബുഷടക്കം മാറ്റി റീസെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ എഞ്ചിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും സിലിണ്ടർ ഹെഡ് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. സിലിണ്ടറും ഹെഡുമാണ് നമ്മൾ പണിതേക്കണേ, ഹാഫ് എഞ്ചിൻ വർക്കായിട്ടാണ് ചെയ്തേക്കണേ. സിലിണ്ടർ പിസ്റ്റണാണ് കംപ്ലൈൻറ്റ്, അത് നമ്മൾ മാറ്റി പുതിയതാണ് സെറ്റ് ചെയ്തേക്കണേ. ഹെഡ് വാൽവൊക്കെ മാറ്റി ലേത്തി കൊടുത്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. എഞ്ചിനകത്ത് തന്നെ ഒരു ടൈമിംഗ് ചെയിൻ മാറ്റി റീസെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഈ സൈഡിൽ തന്നെ ഒരു ഓയിൽസീൽ, ഈ സൈഡ് ചെറിയ ലീക്ക് ഉണ്ടായിരുന്നു, അപ്പോൾ ഓയിൽസീൽ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറ്റിയിട്ടുണ്ട്, എയർ ഫിൽട്ടർ, കാർബറേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്തിട്ട് പ്ലഗൊക്കെ മാറ്റിയിട്ടുണ്ട്. ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കും ചെയിനൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട്. ബ്രേക്കൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കിയാണ്. അപ്പോൾ നിലവിൽ വേറെ പറയത്തക്ക പ്രോബ്ലംസ് ഇല്ല. പിന്നെ ബാക്കിലത്തെ ബ്രേക്ക് ലൈറ്റിൻ്റെ ബൾബൊന്നും തെളിയുണ്ടായില്ല, അപ്പോൾ അത് നമ്മൾ മാറ്റി സെറ്റ് ആക്കിയിട്ടുണ്ട്. ബാറ്ററി ഇരിക്കുന്നത് കംപ്ലൈൻ്റ് ആണ്, അപ്പോൾ മാറ്റേണ്ടതെന്ന് പറഞ്ഞാൽ തൽക്കാലം തന്നെ പെൻഡിങ് നിർത്തിയേക്കാണ് കേട്ടോ. പിന്നെ മെയിനായിട്ടുള്ള പ്രോബ്ലം, ബാക്കിയത്തെ എല്ലാ വർക്കും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ബാറ്ററിയും കാർബറേറ്ററുമാണ് പെൻഡിങ്ങിലിട്ടാണ്. ഈ കാർബറേറ്ററിൻ്റെ കംപ്ലയിൻറ്റ് കൃത്യമായിട്ട് ഞാൻ എടുത്ത് വീണ്ടും പറയാം. കാർബറേറ്റർ E20 പെട്രോളിൻ്റെ ഉപയോഗം മൂലം കാർബറേറ്റർ ഓൾറെഡി കംപ്ലയിൻ്റ് ആണ്. കൂടുതൽ സമയം വയ്ക്കുമ്പോൾ ഇതേപോലെ പെട്രോൾ ഓഫ് ചെയ്ത് വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. കാരണം ഞാൻ എപ്പോൾ വേണമെങ്കിലും ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് പ്രതീക്ഷിക്കാം. വണ്ടിയുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ നിലവിൽ ഓവർഫ്ലോ കാണുന്നില്ല, ട്യൂണിങ് കറക്റ്റായിട്ട് കിട്ടില്ല. ശരിക്കും ട്യൂണിങ് കൃത്യമാണെങ്കിലാണ് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോകണം, ആ ഫ്യൂൽ മിക്സ് കറക്റ്റായിട്ട് ചെന്ന് കത്തി അതിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ടുള്ള പവർ ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനകത്ത് ശരിക്കും 1 ഗ്രാം പെട്രോൾ കത്തണമെങ്കിൽ 14 ഗ്രാം എയർ, അതാണ് അതിൻ്റെ റേഷ്യോ. ഇതിനകത്ത് പെട്രോളിൻ്റെ അളവ് കൂടുതലാണ് നമുക്ക് ചെല്ലുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് കത്താനുള്ള ടൈമിങ് കിട്ടുന്നില്ല, ഫയറിങ് കറക്റ്റായിട്ട് വരില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ എഞ്ചിൻ ഹെഡിനകത്ത് കാർബൺ കണ്ടൻറ്റ് കൂടുതലായിരിക്കും, കരി കൂടുതൽ കയറും. അത് പിന്നീട് നമുക്ക് കാലക്രമേണ കുറച്ച് കഴിയുന്നതിനനുസരിച്ച് അത് മെയിൻ കംപ്ലയിൻറ്റുകളിലേക്ക് പറഞ്ഞ വാൽവിലൊക്കെ കരി അടിഞ്ഞ് കൂടുന്നതിൻ്റെ അളവ് കൂടും, അങ്ങനത്തെ പ്രോബ്ലംസൊക്കെ വരും. അതുകൊണ്ടാണ് കാർബറേറ്റർ അസംബ്ലി നമ്മൾ കൃത്യമായിട്ട് അത് മാറ്റി കളയണോട്ടോ എന്ന് പറയണേ, എൻ്റെ മെയിൻ റീസൺ കേട്ടോ. അപ്പം തൽക്കാലം കാർബറേറ്റർ മാറ്റണ്ട എന്ന് പറഞ്ഞേക്കണത് കൊണ്ട് നമ്മൾ ഒഴിവാക്കിയാണ്. പക്ഷേ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക, ഓൾറെഡി നമ്മുടെ കാർബറേറ്റർ കംപ്ലയിൻ്റ് ആണ്. അത് റെഡി ആക്കാത്ത പക്ഷം നമുക്ക് വണ്ടി ഓടിക്കാനായിട്ടൊരു സ്മൂത്ത്നെസ് ഉണ്ടാവില്ല. ഒന്നാമത് റേസിങ് കാര്യങ്ങൾ കറക്റ്റ് ആയിരിക്കില്ല. വണ്ടി ആക്സിലേറ്റർ ഓടി വന്ന് നിൽക്കുമ്പോഴത്തേക്കും ആക്സിലേറ്റർ കുറയ്ക്കുമ്പോഴത്തേക്കും ഓഫായി പോകുന്ന പ്രോബ്ലം, ഇതൊക്കെ കാർബറേറ്ററുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റാണ്. ഈ കാർബറേറ്റർ കംപ്ലയിൻ്റ് ആവാനുള്ള കാരണം ഇപ്പോഴത്തെ പെട്രോളിൻ്റെ പ്രശ്നമാണ്. E20 എന്ന് പറയുന്ന പെട്രോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കണേ. അപ്പോൾ അത് നമുക്കിനി അതാ കിട്ടാൻ മാറുകയുള്ളൂ. അപ്പോൾ നിലവിൽ കാർബറേറ്റർ അസംബ്ലി മാറ്റി പുതിയത് വെച്ചാലും നമുക്ക് ആ പെട്രോളാണ് ഉപയോഗിക്കാൻ കിട്ടുള്ളൂ. നമ്മുടെ ഉപയോഗം കുറവാണെന്നുണ്ടെങ്കിൽ, വണ്ടിയുടെ ഉപയോഗം കുറവാണെങ്കിൽ പുതിയ കാർബറേറ്റർ വെച്ചാൽ പോലും കംപ്ലയിൻ്റ് ആണ്, അത് അറിഞ്ഞിരിക്കുക. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോബ്ലം നമ്മുടെ വണ്ടിക്ക് നിലവിലുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് ഞാൻ മെൻഷൻ ചെയ്തേണ്ട കാരണം എന്ന് വെച്ചാൽ വണ്ടി വർക്ക് കംപ്ലീറ്റ് ചെയ്ത് അത്യാവശ്യം നമുക്ക് പൈസ വന്നിട്ടുണ്ട്, അത് മുടക്കി നമ്മൾ ചെയ്ത് ഇറക്കിയിട്ട് ഓടിക്കുമ്പോൾ അതിൻ്റെ കറക്റ്റ് സ്മൂത്ത്നെസ് കിട്ടാത്തതിൻ്റെ കാരണം ഈ കാർബറേറ്ററാണ് കേട്ടോ. അത് ഞാൻ എടുത്ത് പറയണതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അതല്ലെങ്കിൽ പിന്നെ ഒരു കംപ്ലയിൻ്റ് ആയിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞുകൊണ്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയണതിൻ്റെ കേസ്. കാർബറേറ്റർ കംപ്ലയിൻ്റ് ആണ്. ബാറ്ററി നമ്മളിപ്പോൾ മാറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് സെൽഫോ കാര്യങ്ങൾ കിട്ടില്ല എന്നുള്ളൂ. പക്ഷേ കാർബറേറ്റർ അങ്ങനെയല്ല. വണ്ടി ഓടണമെങ്കിൽ ക്ലിയറായിട്ട് സ്മൂത്തായിട്ട് ഓടണമെന്നുണ്ടെങ്കിൽ ആ കാർബറേറ്റർ അസംബ്ലി മാറ്റി കളഞ്ഞാൽ തന്നെയാണ് റെഡി ആവുള്ളൂ കേട്ടോ. അപ്പോൾ മാറ്റേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ അതന്നെ വെച്ചേക്കണേ, വർക്ക് രീതിയിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വണ്ടി ബില്ലാകുമ്പോൾ അവിടുന്ന് എന്തെങ്കിലും കോൺടാക്ട് ചെയ്തോളും. ഇതൊക്കെയാണ് എൻ്റെ മാറ്റിയാണ് പാർട്സുകൾ. ഫോർക്ക്, സിലിണ്ടർ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ, പ്ലഗ്, വീൽ ബെയറിങ്, അങ്ങനത്തെ ഐറ്റംസൊക്കെ മാറ്റി സെറ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ബില്ലയക്കുമ്പോൾ എന്തെങ്കിലും കോൺടാക്ട് ചെയ്തോളൂ. നാളെ നമുക്കൊരു 10 മണി 11 മണിക്കുള്ളിൽ വണ്ടി എടുക്കാം. ഓക്കെ.